ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമിന് വേണ്ടിയിട്ട് ഉറക്കഗുളിക കലക്കിയിട്ടുള്ള പായസം നന്ദിനി എടുത്ത് കുടിക്കുകയാണ്. നന്ദിനിക്കാണെന്നുണ്ടെങ്കിൽ അത് കുടിച്ചപ്പോൾ തുടങ്ങിയിട്ടുള്ള ക്ഷീണവും ഉറക്കം വരലാണ്. അങ്ങനെ നന്ദിനി നല്ല ബോധം കിട്ടി ഉറങ്ങാണ് കേട്ടോ. വിനായകൻ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് നോക്കുന്നുണ്ടെങ്കിലും നന്ദിനി എഴുന്നേക്കൊന്നുമില്ല. അതിനുശേഷം ശ്രീജനെ കൊണ്ട് തന്നെ ആ പായസം വിക്രമിൻ്റെ അടുത്ത് കൊണ്ടു കൊടുപ്പിക്കുകയാണ്. അങ്ങനെ വിക്രം അത് കുടിക്കുന്നുണ്ട്. ശ്രീജയാണെന്നുണ്ടെങ്കിൽ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട് ഒന്നും പേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് കണ്ണടച്ച് കാണിക്കുകയാണ്, പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കുടിക്കട്ടെ എന്ന് തന്നെ പറയാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം വേദ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നീ എങ്ങനെ അറിയും ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലായി, എന്തായാലും ഇപ്പം തൽക്കാലം ഇപ്പം പോകണ്ട, കുറച്ച് കഴിയട്ടെ, അച്ഛനൊക്കെ ഉറങ്ങട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം മതി നിങ്ങളുടെ സാഹസികത എന്നൊക്കെ പറയാണ്. കാരണം വിക്രം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങൂലല്ലോ. കാരണം ഉറങ്ങല്ല, കുറച്ച് കഴിയുമ്പോഴേക്കും ഉറങ്ങിപ്പോകും. അപ്പം പിന്നെ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് വേദ അങ്ങനെ പിടിച്ചു നിർത്തിയത്. ഇതേ സമയം വിശ്വനോട് ശ്രീജ വന്ന് പറയാണ് കേട്ടോ ഈ നടന്ന സംഭവങ്ങൾ. അപ്പോൾ വിശ്വൻ ചീത്ത പറയാണ് ശ്രീജനെ, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്തതുകൊണ്ട് എന്താ പ്രയോജനം, ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം കൂടുതൽ ദേഷ്യം വരുള്ളൂ വിക്രത്തിന്, മാത്രം നീയും കൂടെ അതിന് കൂട്ടുനിന്നെന്ന് പറഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാവും, നീ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, തൽക്കാലം ഇന്ന് ഈ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടേണ്ടത് മാത്രം ഞാൻ വിചാരിച്ചിട്ടുള്ളൂ, നാളത്തെ കാര്യം നാളെ നോക്കാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വിക്രമിനെ കൊണ്ടുപോകാനായിട്ട് ഗുണ്ടകളൊക്കെ വരുന്നുണ്ട് കേട്ടോ, തട്ടിക്കൊണ്ടുപോകാനായിട്ട്. പക്ഷേ വിക്രം നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.